വളരെയധികം പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ നടത്തപ്പെടുന്നത്. ഈ ചാനൽ പറയുന്ന വസ്തുത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കേരളം ഉറ്റുനോക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, പുതുക്കാട്, ഇരിങ്ങാലക്കുട ഇവയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ. ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ 7ലും LDFിൻ്റെ MLAമാരാണ് ഉള്ളത്. പൊതുവെ വിലയിരുത്തുമ്പോൾ 2024 തിരഞ്ഞെടുപ്പിൽ 72.2% വോട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 77.92% വോട്ടുകൾ രേഖപ്പെടുത്തി. 8.9% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പ്രതാപൻ അവിടെ MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് വന്ന ഉടൻ വൻപിച്ച രാഷ്ട്രീയ മാറ്റങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 പ്രാവശ്യം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെത്തുകയും പ്രചണ്ഡമായ പ്രചാരം നടത്തുകയും ചെയ്തു. തുടർന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന K. കരുണാകരൻ്റെ മകൾ പത്മജ BJPയിലേക്ക് കൂറുമാറി. പത്മജയുടെ കൂടെ ഏതാനും ചിലർ കൂടി കൂറുമാറി. പ്രതാപനെ വീണ്ടും കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി UDFിൻ്റേതായി പ്രഖ്യാപിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പ്രചരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 30% പൂർത്തിയായപ്പോഴേക്കാണ് പത്മജ UDF വിട്ട് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നത്. അതുകൊണ്ട് തന്നെ പത്മജയുടെ സഹോദരനായ K. മുരളീധരനെ അവിടെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചു. K. മുരളീധരൻ UDFിന് വേണ്ടിയും LDFിന് വേണ്ടി CPIയിലെ VS സുനിൽകുമാറും NDAയ്ക്ക് വേണ്ടി BJPയിലെ സുരേഷ് ഗോപിയും തമ്മിൽ നടക്കുന്നത് വളരെ തീപാറുന്ന മത്സരം. ഏവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലവും തൃശ്ശൂരിലെ ആയിരിക്കും. പക്ഷേ തൃശ്ശൂരിൽ പൊതുവെ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ജയിക്കുന്നതിനാണ് സാധ്യത. പ്രചണ്ഡമായ പ്രചാരണം BJP അവിടെ നടത്തി എന്നുള്ളത് നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുമാത്രമല്ല, BJP പതിവിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം വോട്ടുകൾ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർക്കുകയുണ്ടായി. ആ വോട്ടുകൾ ഏതാണ്ട് 65,000-ഓളം എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ K. മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് UDFിലുണ്ടായ ചില ആശയക്കുഴപ്പങ്ങൾ, അദ്ദേഹം നൽകിയ പൈസയടക്കം UDFിൻ്റെ ചില നേതാക്കന്മാർ മേടിച്ചെടുക്കുകയും വേണ്ടത്ര രീതിയിൽ പ്രചരണ രംഗത്ത് അത് വിനിയോഗിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ്. LDFിന് വിജയിക്കുന്നതിന് ഏറ്റവും വലിയ സാധ്യത LDF ഒറ്റക്കെട്ടായി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. CPM അഹോരാത്രപരമായ പ്രവർത്തനമാണ് അവിടെ നടത്തിയത്. പക്ഷേ LDFിന് മുതൽക്കൂട്ടാകുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ലാളിത്യമാണ്. ഇത്രയധികം ലാളിത്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പക്ഷേ കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ആർക്കും സുനിയേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് അടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വ്യക്തിത്വം, ഇപ്പോഴും ഒരു കൂട്ടുകുടുംബത്തിൽ സാധാരണക്കാരനെ പോലെ കഴിയുന്ന ഒരാൾ, ആർക്കും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന മികച്ച വ്യക്തിത്വം. ആ വ്യക്തിത്വം തന്നെയാണ് LDFിൻ്റെ മുതൽക്കൂട്ട്. BJPക്ക് ക്രമാനുഗതമായി വോട്ടുകൾ വർദ്ധിപ്പിക്കുവാൻ കഴിയുമെങ്കിലും അത് BJPയിലേക്ക് വിജയത്തെ എത്തിക്കുവാൻ സാധിക്കുക ഇല്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ. കാരണം ആ സ്ഥാനാർത്ഥിയുടേതായിട്ടുള്ള ചില പോരായ്മകൾ, ചില ഇടപെടലുകൾ അതിനകത്തിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒരു വലിയ നിര സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ അത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രയുണ്ടെന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും സുനിയേട്ടൻ, എല്ലാവരുടെയും VS സുനിൽകുമാർ ഈ പ്രാവശ്യം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതികരിക്കും എന്ന് യാതൊരു സംശയവുമില്ല.
ഏതാണ്ട് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഇടതുപക്ഷം വിജയിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ NDA രണ്ടാം സ്ഥാനത്ത് എത്തിയെന്നിരിക്കാം. LDFിൻ്റെ വോട്ടുകൾ, അതായത് പ്രത്യേകിച്ച് CPMൻ്റെ വോട്ടുകൾ UDFിലേക്കോ BJPയിലേക്കോ ചേക്കേറിയിട്ടുള്ള കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കുന്ന യാതൊരു തരത്തിലുള്ള നിഗമനങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇല്ല എന്നുള്ളത് വോട്ടെണ്ണലുകൾ പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും BJPയെ സംബന്ധിക്കുന്നിടത്തോളം വീണ്ടും കാക്കേണ്ടിയിരിക്കുന്നു തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് ഒരു പ്രതിനിധിയെ പാർലമെൻറ്റിലേക്ക് അയക്കുവാൻ. വിജയം LDFിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും.